എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെവിടെ പോവാ? അത് കണ്ടോ? അവിടെ എന്താ ഉള്ളത്? ആരാ ഉള്ളത്? ചേച്ചിമാരുടെ വീട്ടിൽ പോവാട്ടോ. ഓക്കെ ചേട്ടാ, നമ്മളെ റബ്ബർ തോട്ടത്തിന്റെ അവിടെ ആയിട്ടുള്ളത്. ഞങ്ങളിപ്പോ പോന്നെ എവിടേക്കാ പോന്നെ? ദൂരെ ചേച്ചിമാരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ജിബോ ചേട്ടായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാട്ടോ. തൊട്ടടുത്ത വീടാണ്, അയൽവാസികളായിട്ടുള്ള. അപ്പോൾ അതാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് അവിടെ കൊടുക്കണം. ഇവിടെ അപ്പോൾ അവിടേക്ക് പോവാല്ലേ കുഞ്ഞാ? ഞങ്ങൾ വീടിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ പുതിയ വീടുകളാട്ടോ. തൊട്ടപ്പുറത്താണ്, നമ്മൾ അതിലാണ് പോകുന്നത്. അത് കാണിച്ചു തരേ. അപ്പം പോവാം. ആർ യു സെറ്റ്? ഓക്കെ, റെഡി? റെഡി. ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാട്ടോ. ഇവിടെ ഒന്നും ഡാർ ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിക്കും ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഡാർ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഡാർ ചെയ്യാത്തതാട്ടോ ഇഷ്ടം. പിന്നെതാ ഇവിടെ ഡാർ ചെയ്ത സ്ഥലമുണ്ട്. ഇവിടുത്തെ നമ്മുടെ പള്ളിക്കാർ ചെയ്തിട്ടുള്ള ഡാറാണ്. അപ്പോൾ ഈ റോഡിലേക്ക് കടന്ന് ഇതാണ് കേട്ടോ നമ്മളെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലും പോകണ്ട കുഞ്ഞാ? യെസ്, ഉണ്ണീൻ്റെ വീട്ടിലും പോവും. ഞങ്ങൾ അവിടെ ജിബോ ചേട്ടൻ്റെ വീട്ടിലും പോകും. ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ നേരെ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഓയാസിസ് എന്ന് പറയും. ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം ഇവിടെ ഒരാൾക്ക് വന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ അഡ്വാൻസും 1 BHK ആണ് 25,000 രൂപ വാടകയും 2 BHK ആണ് 40,000 രൂപ വാടകയും കൊടുക്കണം. ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അവിടെ. ഇത് യൂറോപ്പ് അല്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ. എങ്ങനെയുണ്ട് ഈ വീടുകളൊക്കെ? അടിപൊളി വീടുകളാണ്. പക്ഷെ ഒരെണ്ണത്തിന് ഒരു വില്ലക്ക് തന്നെ 40 ലക്ഷം റുപ്യാണ് വരുന്നത്. ഒരു വില്ലക്ക് ഇങ്ങനെ ഒരു വീടിന് കിട്ടുന്നുണ്ട്. ഇതാ നമ്മുടെ പള്ളി ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ പള്ളി. അപ്പോൾ ഉണ്ണീൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം ഫുള്ള് തെങ്ങും തോട്ടം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വീടുകളൊക്കെ വന്ന് ഉഷാറായി. ഈ കാണുന്നത് നമ്മുടെ താമരശ്ശേരി അൽഫോൺസ സ്കൂളുണ്ട്, അതിൻ്റെ ഹോസ്റ്റലാണ്. പിള്ളേരെ ഹോസ്റ്റലാട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഈ ഹോസ്റ്റലിൻ്റെ സൈഡിൽ കൂടെ ചേച്ചിമാരുടെ വീട് എന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാരെ. അപ്പോൾ അവിടെ ചെന്നാൽ കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് പറയും. നമ്മളെ വീട് വരുന്നത് തൊട്ടപ്പുറത്താണ് കേട്ടോ, ആ സൈഡിലാണ്. ഇതാ നമ്മൾ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഉള്ള ഇതാ അവിടെ ആ കാണുന്നതാണ് നമ്മളെ വീട്. ഒരു വീട് ഇവിടെ. പക്ഷെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വരണം. ഓക്കെ, ചേച്ചിമാരുണ്ടോ അവിടെ? നോക്ക്, ചേച്ചിമാരുണ്ടോ? ഇറങ്ങി നോക്കാം, വാ, കമോ. ഇവിടെ ഇറങ്ങടാ. ഇറങ്ങുന്നില്ലേ? ഇതാണ് ഇവിടെ എത്തുന്ന വരെ നമ്മളോട് വലിയ ഡയലോഗ് കഴിക്കുന്നിട്ട് ഇവിടെ എത്തിയാലേ ഞങ്ങളെ ബാക്ക് നമ്മള് കച്ചവടത്തിന് പോയപ്പോൾ അവിടുന്ന് ചേട്ടായി കുറച്ച് ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതാട്ടത്. ഹായ് പറയും. യെസ്, ചേച്ചിമാരുടെ വീട്ടിൽ നമുക്ക് കയറട്ടാ. വീട് ഭയങ്കര അടിപൊളിയാട്ടോ. യെസ്, നിങ്ങളെടുത്തില്ല. ഹായ്, എന്താ പരിപാടി? നീ ഇത് എവിടെയെങ്കിലും പോസ്റ്റ് പോയി അറിയാൻ നീ എന്നെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഞാൻ ഏറിയെന്ന് താവട്ടെ ഇറങ്ങിയിട്ടല്ല, അതുകൊണ്ടാണ്. ഏടെ ചോട്ടയുടെ എന്നോട് അതിൽ മീനുണ്ടോ? എവിടെ മീന്? എൻ്റെ മക്കളെ ഇതിൽ കണ്ട കുഞ്ഞാറ്റെ കുഞ്ഞു കുഞ്ഞു മീനുകൾ എന്താ? എവിടെ കുഞ്ഞാ മീനെവിടെ? കുഞ്ഞ് ചേച്ചിമാർക്ക് ടാറ്റ. ഓക്കെ പോവാ ഇങ്ങോട്ടെ. റെഡി? അങ്ങനെ ഞാനും കുഞ്ഞാറ്റ് അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ? എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വെറുതെ ആക്കല്ലേ. ഇവിടെ ഒരുപാട് വില്ലകളും വീടുകളൊക്കെ കുറേ വരുന്നുണ്ട്. വേണ്ട അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണോ, ഇത് പുതുപ്പാടി പഞ്ചായത്താണ്, ഞങ്ങൾക്ക് കട്ടിപ്പാറ പഞ്ചായത്ത്. അപ്പം നമ്മളുള്ളത് പുതുപ്പാടി പഞ്ചായത്തിലാട്ടാ. ഇതാ ഈ ഒരു ചെറിയ കുഞ്ഞു തോടുണ്ട്, അത് കഴിഞ്ഞപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്ത് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാം മാറും, എല്ലാ സംഭവങ്ങളും മാറും. അതായത് ആ ബിൽഡിങ്
വീടുകളൊക്കെ ഉള്ളത് പുതുപ്പാടി പഞ്ചായത്ത്. അതിന്റെ ഒരു മതിലുണ്ടോ, ആ മതിലിന്റെ അപ്പുറത്തേക്കുള്ളത് കട്ടിപ്പാറ പഞ്ചായത്ത്. ഇപ്പൊ നമ്മൾ പോകുന്നത് കട്ടിപ്പാറ പഞ്ചായത്ത്. നമ്മളെ വീടൊക്കെ ഉള്ളത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്ത് മാത്രമല്ല കേട്ടോ മാറുക, ഇവിടെ വരുമ്പോൾ അസംബ്ലി മാറും. അതായത് നിയോജകമണ്ഡലങ്ങൾ MLA വരുന്നത് കൊടുവള്ളി MK മുനീർ, അവിടെ വരുന്നത് നമ്മുടെ ലിൻഡോ ജോസഫ് MLA, ഇവിടെ MK രാഘവൻ, അവിടെ രാഹുൽ ഗാന്ധി. അപ്പോൾ അങ്ങനെയാണ് വ്യത്യാസമുള്ളത് കേട്ടോ. ഞാനും കുഞ്ഞാറ്റെ ഇങ്ങനെ ഗുളുഗുളു പോവുകയാണ്. ഇപ്പം നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ഞങ്ങളിനിപ്പോൾ അവിടേക്ക് പോകാൻ കേട്ടോ, കാണിച്ചു തരാം. ഇറങ്ങടോ. ആ നേരെ വെയിൽ കൊള്ളാണ്ട് പപ്പമ്മേൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. ഓക്കെ കയറി പോയിക്കോ, വേഗം വിട്ടോ. ഇതാ നമ്മളെ വീട്. ഇങ്ങോട്ടാ പോകുന്നതല്ലേ. ഇപ്പം പോകുന്നത് ഇത് നമ്മളെ വെരി ലോക്കൽ സ്ഥലമായത് കൊണ്ടാട്ടോ ഹെൽമെറ്റ് ഇടാത്തത്. എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് വേണം വണ്ടി ഓട്ടാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഫ്രഷ് കട്ട് എന്ന് കേട്ടിട്ടുണ്ടോ, നമ്മളെ കോഴി വേസ്റ്റിൻ്റെ മാലിന്യങ്ങളൊക്കെ എടുക്കുന്ന അതേപോലെ ഒരു സ്ഥാപനം വരുന്നുണ്ട്. വന്നിട്ടിപ്പോൾ ഒരു 2-3 കൊല്ലമായി. പക്ഷേ നമുക്കത് ബാധിച്ചു തുടങ്ങിയില്ല. അതിനും പോത്തിൻ്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ ഇടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ പോയിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇങ്ങോട്ടേ മാറ്റണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം നമ്മളെ റോഡിലൂടെ ഇതിൻ്റെ വേസ്റ്റ് ഒലിച്ചൊലിച്ച് വരിക. അത് നമ്മൾ അവരോട് പറഞ്ഞു, പക്ഷെ അവർ ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാട്ടോ. ഇവിടെ അടുത്താണ്, സ്ഥലം കാണിച്ചു തരാം. അപ്പം അങ്ങക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഞാനും ജിബോ ചേട്ടയും വേറെ അന്വേഷ ചേട്ടയും നമ്മൾ മേലോട്ട് പോവാ. രണ്ടെണ്ണം നടന്ന് വരുന്നുണ്ട്. ഇത് ജിബോ ചേട്ടായി, കുറെ ആൾക്കൊക്കെ അറിയാന്ന് വിചാരിക്കുന്നത്. ഇത് അനീഷ് ചേട്ടൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ള വേസ്റ്റ് പ്ലാന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും സ്മെല്ല് ഇപ്പം വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഈച്ച. ഇതാണ് ആ പ്ലാന്റ്. ഇതൊരു മഴ പെയ്യുമ്പോൾ ഈ റോഡിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. എന്താ അവരൊക്കെ എവിടെ? വീടിൻ്റെ അടുത്തന്നെ ആണല്ലേ. ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാണ്ട് അത്രയും കെയർ കൊടുക്കാൻ ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിന് ഇതുണ്ടോ, ഇവിടുന്ന് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നതിൽ വണ്ടി ഇവിടെ ഈ വേസ്റ്റ് കയറ്റാൻ വേണ്ടി വന്നാൽ ഈ വണ്ടിക്ക് തന്നെ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് കണ്ടോ ഈച്ച ആറി കളിക്കുന്നത്. ഒരു എന്താ പറയുക, എത്ര ഈച്ചുണ്ട്. ഇതെല്ലാം ഒക്കെ ജോലി ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ. അത്രയും വൃത്തികെട്ട ഇതിൻ്റെ വേസ്റ്റാണ് നേരെ ഈ തോട്ടത്തിലേക്ക് വന്നിട്ട് തോട്ടത്തിൽ കൂടെ ഒലിച്ച് പുറത്തേക്ക് പോകാം കേട്ടോ ചെയ്യുക. അത് നമ്മളെ തോടുകളിലേക്ക് കുട്ടികളൊക്കെ കുളിക്കുന്ന തോടിലേക്ക് വരുന്നത്. പോത്തിൻ്റെ വേസ്റ്റാണ് ഇത്രയും മാലിന്യം. എന്താ ഇത് ഭയങ്കര സ്മെല്ല് ഇല്ലേ ചേട്ടായി? ആ ഈച്ച അത്രയും ഈച്ചകളൊക്കെ വീട്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ബേക്കിൽ എന്തോ ചെയ്യുന്നുണ്ട്, സാധനം കൊണ്ടുപോയിട്ടിട്ട് ഈച്ച പറഞ്ഞാണ്ട. എന്നിട്ട് ഇതൊക്കെ എന്ത് സാധനം, സ്മെല്ലായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഇതിൻ്റെ അടിയിലൊരു കുഴി പോലെ സംവിധാനമുണ്ട്. എന്നിട്ട് അതിലൂടെ ഇറങ്ങി എന്നിട്ട് നേരെ ഈ തോട്ടത്തിലേക്ക് വരിക. ഇതിലെങ്ങനെ ഒലിക്കും, മഴക്കാലത്ത് ഇതിലെ ഒലിക്കും. എന്നിട്ട് തോട്ടത്തിലേക്ക് വന്ന് നേരെ താഴെ വരുന്നത് നമ്മളെ തോടാ. ഈ തോട് നേരെ അമ്പായത്തോടെ ഭാഗത്തേക്ക് പോകുന്നത്. എന്നാൾക്കൊക്കെ മാങ്ങ ഫ്രീ. അപ്പോൾ ജിബോ ചേട്ടായിക്കും അനീഷ് ചേട്ടായിക്കും മാങ്ങ പറിച്ചു കൊടുക്കാൻ എവിടെ വരുന്നവർക്കൊക്കെ മാങ്ങ കൊടുക്കുന്നതാണ് നമ്മളെ മെയിൻ പരിപാടി. കഴിഞ്ഞില്ല കേട്ടോ, കുറച്ചൊരു മിനിറ്റ് കണ്ടോ. പഴയോ? എന്ത് പഴയോ? എങ്ങണ്ട്? പഴയല്ല, എങ്ങണ്ട്? അതാ ഞാനും വിചാരിച്ചേ.
ഒരു 30-40 റുപ്യ പറഞ്ഞേ. എങ്ങാണ്ട് മാങ്ങ കുഞ്ഞാറ്റേ മേലോട്ട് നോക്കണ്ടട്ടാ. കുഞ്ഞാറ്റ അമ്മ താഴെ വന്നിക്ക. മാങ്ങ പറിക്കാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എല്ലാ മാങ്ങയും ഞാൻ എന്താ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഇവിടുന്ന് പിടിച്ച് കവറിലേക്ക് ഇടും. എന്റെ പൊന്നെ അത് പോയ്യ. എങ്ങാണ്ട് പരിപാടി എങ്ങാണ്ട്? മാങ്ങ പറിച്ചു കൊടുക്കാറിന് കൂട്ടിക്കൊണ്ടുവന്ന അപ്പൊ വരെന്നെ പറിക്കേണ്ട അവസ്ഥ എത്തി. നമ്മളെ ചേട്ടായിമാർക്കൊക്കെ മാങ്ങ കൊടുത്തിട്ടോ ഉഷാറായി. 2 കവറ് നിറച്ചു. ഓരോരോ കവർ ഓരോരുത്തർക്ക് കൊടുത്തേ. കുഞ്ഞാറ്റാ കളിപ്പാട്ടൊക്കെ എടുത്ത് വെക്കണോ? ഫുള്ള് ഇവിടെ നിരത്തിട്ട് ഇങ്ങോട്ട് വാ, എനിക്ക് ബോൾ എടുത്തരാം. ഓളൊരു ബോള് ദാഹത്ത് എന്നിട്ട് തെറ്റിക്കിടക്കാം. അങ്ങോട്ട് വാ നേമ, ഓടി വാ. ഇതിമല എണീക്കണോ? ഊഞ്ഞാൽമേൽ ഇരിക്കുന്ന ഇഷ്ടമില്ല. എന്താ കൊണ്ട അപ്പൊ എടുത്ത് തരാം. ഈ ബോൾ ഇനി ഞാൻ മുറ്റത്തെറിഞ്ഞിട്ട് ഇനി എടുത്തു തരണോ? അതെന്തിനാ? അപ്പമ്മ എടുത്തോട്ടെ. അതിന് വന്ന ഇതിപ്പിടി അതിപ്പിടി എനിക്ക് കിട്ടിയില്ലേ? ആ ചീത്ത പറയണ്ട വിട്ടേ. അത് കുഴപ്പമില്ല. അന്നത് പിടിച്ചോ. അപ്പ കുഞ്ഞൻ കൈ പിടിച്ചോട്ടോ. എനിക്കറിയാല്ലേ. അയ്യേ ആളുകളൊക്കെ കണ്ട എന്ത് വിചാരിക്കും? ഇങ്ങനത്തെ കുട്ടിയെ ചീത്ത കുട്ടിയെ വിചാരിക്കുക. കേറിയോ? സമയം വൈകുന്നേരമായിട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിടാൻ പോവാം. ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഓൾറെഡി. ഇനി പന്തലിടാൻ പോകുന്ന പരിപാടിയിലാട്ടോ. ഞാനുണ്ട്, കുഞ്ഞാറ്റുണ്ട്, ദിവ്യുണ്ട്. ഇപ്പം ചെറിയ 1-2 കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയോട് ഫിനിഷ് ചെയ്യണം. വീട്ടിൻ്റെ മുറ്റത്തൊരു പന്തൽ, അതാണ് ലക്ഷ്യം. മക്രോണിയൊക്കെ വെച്ച് ഇങ്ങനെ. പണ്ട് നമ്മളെ വീട് തേക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ഇവിടെ പന്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണി അങ്ങോട്ടോ പോവാന്ന് തോന്നുന്നു. ഈ എവിടെ പോവാ? ഉണ്ണിപ്പാപ്പൻ്റെ കൂടെ പോവാണോ ചേട്ടാ? പണി തുടങ്ങിയതാ. നൈറ്റായി, രാത്രിയായിട്ടാ. ദിവ്യ ഇവിടെ പണിയെടുക്കുന്നു, ഉണ്ണി ഇവിടെ നോക്കി നിൽക്കുന്നു. ഓക്കെ സെറ്റ്. കയറൊക്കെ ഇനി നമ്മളപ്പുറം കിട്ടണം. നമ്മളെ പന്തല് പണി ഇതാ ഇതുവരെ ആയില്ല കേട്ടോ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിടാനല്ലോ. അപ്പം രാത്രി ഒരുപാട് വൈകി. നമ്മൾ ഇവിടെ നിർത്തുകയാണ്. കയറൊക്കെ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഓണി അങ്ങോട്ട് വെച്ചിട്ടുള്ളതാ. ഇതാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടി നാളെ രാവിലെ ചെയ്യാം. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.